ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ദ്വിപഞ്ചാശത്തമോധ്യായഃ. അപ്പോൾ 52-ാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബലരാമൻ രേവതിയെയും കൃഷ്ണൻ രുക്മിണിയെയും അപഹരിച്ച കഥ ശ്രീശുകൻ പരീക്ഷത്തിനോട് പറഞ്ഞപ്പോൾ പരീക്ഷത്ത് അത് വിസ്തരിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീശുകൻ പരീക്ഷത്തിനോട് രുക്മിണിയെ അപഹരിച്ച കഥ പറയാൻ തുടങ്ങുകയാണ്. വിദർഭ രാജാവായ ഭീഷ്മകന്റെ പുത്രിയായ രുക്മിണി ശ്രീകൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചു. എന്നാൽ രുക്മിണിയുടെ സഹോദരനായ രുക്മി അവളെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചു. ഇതറിഞ്ഞ രുക്മിണി കൃഷ്ണന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എഴുതി ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്ത് അയച്ചു. ബ്രാഹ്മണൻ കൃഷ്ണന്റെ അടുത്ത് ചെന്ന് സന്ദേശം രുക്മിണിയുടെ സന്ദേശം കൃഷ്ണനെ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ എനിക്ക് അങ്ങയെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹം. ആ കുറുക്കനായ ശിശുപാലന് കൊടുക്കാനാണ് എൻ്റെ സഹോദരൻ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ജീവൻ വരെ കളയും. അപ്പോൾ ഇനി എങ്ങനെ എന്നെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ, വിവാഹ ദിവസം രാവിലെ അടുത്തുള്ള അംബികാ ക്ഷേത്രത്തിൽ എല്ലാവരുമായിട്ട് പോകും. ആ സമയം അങ്ങ് ഈ രാജാക്കന്മാരുടെ സൈന്യങ്ങളെല്ലാം തോൽപ്പിച്ചിട്ട് രാക്ഷസീയ രീതിയിൽ എന്നെ അവിടെ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകണം എന്നുകൂടി സന്ദേശത്തിൽ പറയുന്നു. അപ്പോൾ ഈ സന്ദേശം വായിച്ച് കേൾപ്പിച്ച ശേഷം ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങ് ഉടനെ തന്നെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കണം എന്നുകൂടി പറയുന്നു. ഇത്രയും ഭാഗമാണ് ഈ അധ്യായത്തിൽ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ശ്ലോകം 21. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്ര കന്യൈക ച വരാനനാ. രാജ ആസീത് ഭീഷ്മക നാമ വിദർഭാധിപതി മഹാൻ. വിദർഭ രാജ്യങ്ങളുടെ അധിപനായിട്ട് ഭീഷ്മക നാമഹ, ഭീഷ്മകൻ എന്ന പേരായ മഹാനായ രാജാവ് ആസീദ് ഉണ്ടായിരുന്നു. അപ്പോൾ വിദർഭ രാജ്യത്തിൽ ഭീഷ്മകൻ എന്ന് പേരുള്ള മഹാരാജാവ് ഉണ്ടായിരുന്നു. തസ്യ അദ്ദേഹത്തിന് പഞ്ചപുത്രാഹ 5 ആൺമക്കളും വരാനന അതിസുന്ദരിയായ ഏകാ ഒരു കന്യകയും അഭവൻ ഉണ്ടായി. ഭീഷ്മക രാജാവിന് 5 പുത്രന്മാരും ഒരു കന്യകയും ഉണ്ടായി. രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്ര കന്യൈക ച വരാനന. ശ്ലോകം 22. രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരന്തരതഃ രുക്മകേശോ രുക്മമാലി രുക്മ്യേഷാം സ്വസാസതി. 5 പേരുടെ പേര്. ഒരാൾ രുക്മിണി എന്ന് പറഞ്ഞു, പെൺകുട്ടിയുടെ പേര് രുക്മിണി. പിന്നെ 5 ആൺകുട്ടികളുടെ പേരാണ് ആദ്യം പറയുന്നത്. രുക്മി അഗ്രജഹ. അഗ്രജഹ രുക്മി. ജ്യേഷ്ഠൻ രുക്മി ആയിരുന്നു. രുക്മരഥ
രുക്മരഥൻ അനന്തരഹ പിന്നേത്തവൻ. രുക്മബാഹുഹു അനന്തരഹ. രുക്മബാഹു എന്ന് പറയുന്നത് അടുത്തവൻ. അടുത്ത രുക്മകേശക, അടുത്തവൻ്റെ പേര് രുക്മകേശൻ. അടുത്തത് രുക്മമാലി. അങ്ങനെ 5 പേര്. ആരൊക്കെ? രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി. അങ്ങനെ 5 പുത്രന്മാർ. ഇനി രുക്മിണി യേഷാം. രുക്മിണി യേഷാം. രുക്മിണി യേഷാം ഇവരുടെ, ഈ 5 പേരുടെ സ്വസാ സഹോദരിയാകുന്നു. അങ്ങനെ 5 പുത്രന്മാരും രുക്മിണി എന്ന കന്യകയും ഉണ്ടായിരുന്നു. അപ്പോൾ പുത്രന്മാർക്കൊന്നും വിശേഷം കൊടുക്കാതെ പുത്രിയെ മാത്രം ഗുണവതി സതീസ് എന്ന് പറയുന്നു. ശോഭന ഗുണമുള്ളവളായ രുക്മിണി, സതീ എന്നുണ്ട്, സ്വസാ സതീ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ രുക്മിണിക്കാണ് നല്ല ഗുണങ്ങൾ. അപ്പോൾ മറ്റവർക്ക് അത്ര നല്ല ഗുണം ഇല്ല എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗുണവതിയാണ് രുക്മിണി, ശോഭന ഗുണമുള്ളവൾ, അതാണ് സതീ എന്ന് പറയുന്നത്. രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരനന്തരഹ രുക്മകേശോ രുക്മമാലി രുക്മിണ്യേഷാം സ്വസാ സതീ. ശ്ലോകം 23. സോപശുദ്ധ്യാ മുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയഃ ഗൃഹാഗതൈർഗീയമാനാസ്തം മേനേ സദൃശം പതിം. സോ ഉപശുദ്ധ്യ, സാ ഉപശുദ്ധ്യ, മുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയഃ ഗൃഹാഗതൈർഗതൈഃ ഗീയമാനഃ മാനാഃ തം മേനേ സദൃശം പതിം. സ അവൾ ഗൃഹാഗതൈ രാജധാനിയിൽ വരുന്നവരാൽ, അതായത് ഭീഷ്മക രാജാവിൻ്റെ കൊട്ടാരത്തിൽ വരുന്നവരിൽ നിന്ന് ഗീയമാന ഗാനം ചെയ്യപ്പെടുന്ന മുകുന്ദസ്യ മുകുന്ദൻ്റെ രൂപവീര്യ ഗുണശ്രീയ രൂപവീര്യ ഗുണശ്രീകളെ ഉപശ്രുത്യ കേട്ടിട്ട്, ഉപശ്രുത്യ എന്ന് വെച്ചാൽ കേട്ടിട്ട്. അപ്പോൾ രാജധാനിയിൽ വരുന്നവരെല്ലാം കൃഷ്ണന്റെ വീര ഗുണഗണങ്ങളെ എല്ലാം കീർത്തിക്കും. അതെല്ലാം ഈ രുക്മിണി കേൾക്കും. കേട്ടിട്ട് ഉപശ്രുത്യ കേട്ടിട്ട് തം അദ്ദേഹത്തെ സദൃശം തനിക്ക് യോഗ്യനായ പതിം ഭർത്താവായിട്ട് മേനെ വിചാരിച്ചു. അദ്ദേഹത്തിന്റെ രൂപഗുണങ്ങൾ കേട്ടപ്പോൾ വിചാരിച്ചു ഇദ്ദേഹം തന്നെയാണ് എനിക്ക് യോജിച്ച ഭർത്താവെന്ന് രുക്മിണി കരുതി, ചിന്തിച്ചു. സോപശുദ്ധ്യ മുകുന്ദസ്യ രൂപവീര്യ ഗുണശ്രിയഃ ഗൃഹാഗതൈർഗീയമാനാസ്തം മേനേ സദൃശം പതിം. ശ്ലോകം 24. താം ബുദ്ധി ലക്ഷണൗദാര്യ രൂപശീല ഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്രോടും മനോദധേ. താം ബുദ്ധിലക്ഷണ ഔദാര്യ രൂപശീല ഗുണാശ്രയാം. ബുദ്ധി, ലക്ഷണം, ഔദാര്യം, ശീലം, ഗുണങ്ങൾ ഇവയുടെ ആശ്രിതമായിരിക്കുന്ന, അതായത് മനുഷ്യ സ്ത്രീകളെ ആശ്രയിക്കുന്ന ബുദ്ധി, നല്ല ബുദ്ധിയുള്ളവളാണ്. പിന്നെ ലക്ഷണങ്ങളുണ്ട്, അതായത് വലത് കൈയിൽ ഉള്ളതുപോലെ ഇടത് കൈയിലും കാലിലും ധ്വജാതി ചിഹ്നങ്ങളുണ്ട്. അതായത് ലക്ഷ്മിയുടെ അവതാരമാണ് രുക്മിണി, അതുകൊണ്ട് ധ്വജത്തിൻ്റെയൊക്കെ ചിഹ്നമുണ്ട്. കൃഷ്ണന്റെ കാലിലൊക്കെ 19 ചിഹ്നങ്ങളുണ്ടല്ലോ, അതുപോലെയുള്ള ചിഹ്നങ്ങൾ രുക്മിണിയുടെ കയ്യിലുമുണ്ട്. പിന്നെ മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്ന ഉദാര മനസ്കത, പിന്നെ ഭയങ്കര സൗന്ദര്യം, സർവാതിശയകരമായ സൗന്ദര്യം, സൗമാര്യം, സൗരഭ്യം, ലജ്ജ മുതലായ ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ ഗുണങ്ങളുമുണ്ട്. താം അവളെ സദൃശീം അനുരൂപയായിരിക്കുന്ന ഭാര്യയായിട്ട് സമുദ്രോടും വിവാഹം ചെയ്യാനായിക്കൊണ്ട് കൃഷ്ണഹാച കൃഷ്ണനും
മനഃ ദധേ, മനസ്സിൽ വിചാരിച്ചു. അപ്പൊ കൃഷ്ണൻ അറിയാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ കൃഷ്ണനും ഇവളുടെ ഗുണങ്ങളെല്ലാം അറിയാം. അപ്പൊ കൃഷ്ണനും വിചാരിച്ചു, അപ്പൊ എനിക്ക് യോജിച്ച ഭാര്യ തന്നെയാണ് രുക്മിണി എന്ന് കൃഷ്ണനും വിചാരിച്ചു. താം ബുദ്ധിലക്ഷണൗദാര്യ രൂപശീല ഗുണാശ്രയാം കൃഷ്ണച്ച സദൃശീം ഭാര്യ സമുദ്വോടും മനോദധേ. ശ്ലോകം 25. ബന്ധൂനാമിച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്ദിഡ് രുക്മി ചൈദ്യം അമന്യതാം. ബന്ധൂനാം ഇച്ഛതാ ദാതും കൃഷ്ണായ ഭഗിനീം നൃപ. നൃപ, ഹേ രാജാവേ, കൃഷ്ണനായിക്കൊണ്ട് ഭഗിനിയും സഹോദരിയെ ദാതും കൊടുക്കാനായിക്കൊണ്ട് ഇച്ഛതാം ആഗ്രഹിക്കുന്ന ബന്ധൂനാം ബന്ധുക്കളെ ആദരിക്കാതെ തതഹ അവനിൽ നിന്ന് നിവാരണം ചെയ്തിട്ട് കൃഷ്ണദേശിയായ രുക്മി ചൈദ്യം ശിശുപാലനെ അമന്യത വിചാരിച്ചു. അപ്പോൾ ഭീഷ്മകനും ബാക്കി ബന്ധുക്കൾക്കെല്ലാം രുക്മിണിയെ കൃഷ്ണന് വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ രുക്മിക്ക് കൃഷ്ണനോട് ദേഷ്യമാണ്. അതുകൊണ്ട് തൻ്റെ കൂട്ടുകാരനായ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാനാണ് രുക്മി ആഗ്രഹിച്ചത്. കൃഷ്ണനിൽ ദേഷ്യമുള്ളവനാണ് രുക്മി. അതുകൊണ്ട് കൃഷ്ണന് കൊടുക്കാൻ ആഗ്രഹിച്ചില്ല, തൻ്റെ കൂട്ടുകാരനായ ശിശുപാലന് കൊടുക്കാനാണ് ആഗ്രഹിച്ചത്. ബന്ധൂനാമിച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്ദിഡ് രുക്മി ചൈദ്യം അമന്യതാം. ശ്ലോകം 26. തദവേത്യാസിതാപാംഗീ വൈദർഭി ദുർമനാഭൃശം വിജിത്യാപ്തം ദ്വിജം കശ്ചിത് കൃഷ്ണായ പ്രാഹിണോദ്രുതം. തത് അവേത്യ അസിതാപാംഗീ വൈദർഭി ദുർമനാ ഭൃശം വിജിന്ത്യ ആപ്തം ദ്വിജം കശ്ചിത് കൃഷ്ണായ പ്രാഹിണോ ദ്രുതം. അസിതാപാംഗി, കറുത്ത കടക്കണ്ണോട് കൂടിയവൾ. പിന്നെ വേറൊരർത്ഥം വേണമെങ്കിൽ അസിത എന്ന് പറഞ്ഞാൽ കറുത്ത നിറമുള്ളതെന്നാണ്. അപ്പോൾ കറുത്ത നിറമുള്ളവനിൽ, അതായത് കൃഷ്ണനിൽ അപാംഗി നോട്ടമുള്ളവൾ എന്നും നമുക്ക് അർത്ഥം എടുക്കാം. സുന്ദരി എന്നും അല്ലെങ്കിൽ കൃഷ്ണനിൽ നോട്ടമുള്ളവൾ എന്നും അർത്ഥം എടുക്കാം. വൈദർഭി രുക്മിണി അതിനെ അവേദ്യ അറിഞ്ഞിട്ട്, അതായത് രുക്മി ശിശുപാലന് തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നറിഞ്ഞിട്ട് പൃശം ഏറ്റവും ദുഃഖമുള്ളവളായി ആലോചിച്ചിട്ട് ആപ്തം വിശ്വാസയോഗ്യനായ കശ്ചിത് ദ്വിജം ഒരു ബ്രാഹ്മണനെ ദ്രുതം വേഗത്തിൽ കൃഷ്ണനായിക്കൊണ്ട് പ്രാഹിണോ അയച്ചു. അപ്പോൾ എവിടെ വിചാരിച്ചു? കൃഷ്ണനെ കാര്യം അറിയിക്കണമല്ലോ. അപ്പോൾ ഏറ്റവും വിശ്വാസമുള്ള ഒരു ബ്രാഹ്മണനിൽ ഒരു ലെറ്റർ എഴുതി. അപ്പോൾ പണ്ട് ആദ്യത്തെ ലവ് ലെറ്റർ ആയിരിക്കാതെ ഒരു ലെറ്റർ എഴുതി വിശ്വാസമുള്ള ഒരു ബ്രാഹ്മണൻ്റെ കൊടുത്ത് കൃഷ്ണന്റെ അടുത്തേക്ക് അയക്കുകയാണ്. സന്ദേശം എഴുതി ബ്രാഹ്മണന്റെ കൊടുത്ത് കൃഷ്ണന്റെ അടുത്തേക്ക് രുക്മിണി അയക്കുന്നു. തഥവേത്യാസിതാപാംഗീ വൈദർഭി ദുർമനാഭൃശം വിജിത്യാപ്തം ദ്വിജം കശ്ചിത് വിചിന്ത്യാപ്തം ദ്വിജം കശ്ചിത് കൃഷ്ണായ പ്രാഹിണോ ദ്രുതം. ശ്ലോകം 27. ദ്വാരകാംസ സമഭ്യേത്യ പ്രദീഹാരൈ പ്രവേശിതഃ അപശ്യതാദ്യം പുരുഷം ആസീനം കാഞ്ചനാസനേ. അപ്പോ രുക്മിണി പറഞ്ഞു വെച്ച ബ്രാഹ്മണൻ ദ്വാരകയിലെത്തുകയാണ്. ദ്വാരകാം സഹ സമഭേത്യ അവൻ ബ്രാഹ്മണൻ ദ്വാരകയെ സമഭേത്യ പ്രാപിച്ചു. ദ്വാരകയെ പ്രാപിച്ചിട്ട് പ്രതിഹാരൈഹി ദ്വാരപാലകന്മാരാൽ പ്രവേശിക്കപ്പെട്ടവനായിട്ട്,
അപ്പോൾ ദ്വാരപാലകർ അവിടെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞു ഇതുപോലെ ഒരു സന്ദേശമാണ്, വിദർഭ രാജ്യത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രവേശിപ്പിച്ചു. കാഞ്ചനാസനെ, സ്വർണാസനത്തിൽ ആസീനം ഇരിക്കുന്ന ആദ്യ പുരുഷനെ പരബ്രഹ്മ സ്വരൂപിയായ ഭഗവാൻ കൃഷ്ണനെ അപശ്യ കണ്ടു. ബ്രാഹ്മണൻ ദ്വാരകയിലെത്തിയപ്പോൾ സിംഹാസനത്തിൽ, സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്ന കൃഷ്ണനെ കണ്ടു. ദ്വാരകാം ച സമാഭേത്യ പ്രതീഹാരൈ പ്രവേശിതഃ അപശ്യത് ആദ്യം പുരുഷം ആസീനം കാഞ്ചനാസനെ. ശ്ലോകം 28. ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവസ്തം അവരൂഹ്യ നിജാസനാത് ഉപവേശ്യ അർഹയാശ്ചക്രേ യഥാ ആത്മാനം ദിവൗകസഃ. ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവഃ, ബ്രാഹ്മണ ഭക്ത ശ്രേഷ്ഠനായ തം, അവനെ ദൃഷ്ട്വാ കണ്ടിട്ട്, നിജാസനായി തൻ്റെ പീഠത്തിൽ നിന്ന്, കൃഷ്ണൻ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ വരുന്നത് കണ്ട് തൻ്റെ പീഠത്തിൽ നിന്ന് അവരുഹ്യ ഇറങ്ങിയിട്ട്, ഉപവേശ്യ അയാളെ അവിടെ പിടിച്ചിരുത്തി, സിംഹാസനത്തിൽ തന്നെ ബ്രാഹ്മണനെ പിടിച്ചിരുത്തി. ദിവൗകസ ദേവന്മാർ ആത്മാനമേത തന്നെ എന്ന പോലെ അർഹയാശ്ചക്രേ. അപ്പൊ ദേവന്മാർ കൃഷ്ണനെ എങ്ങനെ പൂജിച്ചിരുത്തുന്നുവോ അതുപോലെ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനെ ഭഗവാൻ താനിരുന്ന സിംഹാസനത്തിൽ ഇരുത്തി പൂജിച്ചു. ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവസ്തം അവരൂഹ്യ നിജാസനാത് ഉപവേശ്യ അർഹയാശ്ചക്രേ യഥാത്മാനം ദിവൗകസഃ. ശ്ലോകം 29. തം ഭുക്തവന്തം വിശ്രാന്തം ഉപഗമ്യ സദാം ഗതിഃ പാണിനാഭിമൃശൻ പാദാവ് അവ്യഗ്രസ്തം അപൃച്ഛതാം. തം ഭുക്തവന്തം വിശ്രാന്തം ഉപഗമ്യ സദാം ഗതിഃ പാണിന അഭിമൃശ്യൻ പാദാവ് അവ്യഗ്രസ്ത എന്നാണ്. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പാദൗ പ്ലസ് അവ്യഗ്രസ്തം അപൃച്ഛത. ഭുക്തവന്തം ഭക്ഷണം കഴിച്ചവനും വിശ്രമിക്കുന്നവനുമായ, അതായത് ബ്രാഹ്മണനെ യഥാവിധം പൂജിച്ചിരുത്തി, എന്നിട്ട് എന്ത് ചെയ്തു, അവൻ്റെ ക്ഷീണം മാറ്റിയിട്ട് അവന് ഭക്ഷണം കൊടുത്തു. പിന്നെ നല്ലൊരു ഒരു നല്ല കട്ടിലൊക്കെ കിടന്ന് വിശ്രമിക്കുകയാണ് ബ്രാഹ്മണൻ. അയാളുടെ അരികിൽ ചെന്നിരുന്നു. ഭുക്തവന്തം ഭക്ഷണം കഴിച്ചവനും വിശ്രമിക്കുന്നവനുമായ തം അവന് ബ്രാഹ്മണനെ സദാം ഗതി സത്തുക്കളുടെ ആശ്രയസ്ഥാനമായ കൃഷ്ണൻ ഉപഗമ്യ അവൻ്റെ അടുത്ത് ചെന്നിട്ട് പാദൗ കാലുകളെ പാണിന കൈകൾ കൊണ്ട് അഭിമൃശൻ തലോടി കൊടുത്തു. അപ്പോൾ കൃഷ്ണൻ ആ ബ്രാഹ്മണന്റെ കാലുകളെ തൻ്റെ കൈകൾ കൊണ്ട് തലോടിയിട്ട് അവ്യഗ്രഹ സാവധാനം ചിന്തിതനായി അവ്യഗ്രസ്തം അപൃച്ഛത എന്ന് പറഞ്ഞല്ലോ. അതിന് അവ്യഗ്രസ്തം എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അവ്യഗ്രഹ പ്ലസ് തം പ്ലസ് അപൃച്ഛത. അവ്യഗ്രഹ സാവധാന ചിത്തനായിട്ട് തം അവനോട് അപൃച്ഛത ചോദിച്ചു. അപ്പോൾ അവൻ്റെ ക്ഷീണമൊക്കെ തീർത്ത് ഒരു ശയ്യയിലൊക്കെ കിടത്തി, എന്നിട്ട് കാലൊക്കെ തടവിയിട്ട് പതുക്കെ കാര്യം ചോദിച്ചു, എന്തിനാണ് വന്നതെന്നുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടേ കാര്യം ചോദിച്ചുള്ളൂ. തം ഭുക്തവന്തം വിശ്രാന്തം ഉപഗമ്യ സദാം ഗതിഃ പാണിനാഭിമൃശൻ പാദൗ അവ്യഗ്രസ്തം അപൃച്ഛതാം. അപ്പോൾ ഒരു അതിഥിയെ എങ്ങനെയാണ് സൽക്കരിക്കേണ്ടത്? നമ്മളാണെങ്കിലും ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് എന്തിനാണ് വന്നത് എന്നൊക്കെ പെട്ടെന്ന് ചോദിക്കും. ഇതങ്ങനെയല്ല. അതിഥിയെ സൽക്കരിച്ച് ഇരുത്തിയിട്ട് എല്ലാ ആഹാരമൊക്കെ കൊടുത്തിട്ട് പിന്നെയാണ് സാവധാനം ചോദിക്കുന്നത്. ഇനി കൃഷ്ണൻ ചോദിക്കുന്നതാണ് ഇനിയുള്ള 6 ശ്ലോകങ്ങൾ, 30 മുതൽ 35 വരെയുള്ള 6 ശ്ലോകങ്ങൾ. ശ്ലോകം 30. കശ്ചിത് ദ്വിജവരശ്രേഷ്ഠ ധർമ്മസ്തേ വൃദ്ധസമ്മതഃ വർത്തതേ ജ്ഞാതികൃഷ്ണേണ സന്തുഷ്ടമനസഃ സദാ. ദ്വിജവരശ്രേഷ്ഠ, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ജ്ഞാതികൃഷ്ണേണ അതിസങ്കടം കൂടാതെ കിട്ടുന്നതിനാൽ സദാ എപ്പോഴും സന്തുഷ്ട മനസ്സഹ സന്തോഷിച്ച മനസ്സോടുകൂടിയ തേ അങ്ങയുടെ ധർമ്മം വൃദ്ധസമ്മത വൃദ്ധന്മാർക്ക് സമ്മതമായിട്ട് വർത്തതേ കശ്ചിത് വർത്തിക്കുന്നുവോ
അതായത് ബ്രാഹ്മണരെ എല്ലാവരും പൂജിക്കണമെന്നാണല്ലോ. അപ്പോൾ ആ വിദർഭ രാജ്യത്ത് അങ്ങയ്ക്ക് പ്രയാസം കൂടാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങയുടെ മനസ്സ് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നുണ്ടോ? യാഗാദി കർമ്മങ്ങൾ ജനസമ്മതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുവോ? അതായത് ധനത്തിനായിട്ട് അധികം കഷ്ടപ്പെടുന്നതും കിട്ടിയതിൽ സന്തോഷമില്ലാതിരിക്കുന്നതും യാഗാദി കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയോ അശ്രദ്ധയോടുകൂടി നടത്തുകയും ചെയ്യുന്നതും ബ്രാഹ്മണർക്ക് ഉചിതമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ കിട്ടുന്നത് വെച്ച് അങ്ങ് ജനങ്ങൾക്ക് ഉചിതമായിട്ടുള്ള യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിലേ ബ്രാഹ്മണരിൽ ജനങ്ങൾക്ക് ഭക്തി ഉണ്ടാവുകയുള്ളൂ. കശ്ചിദ്ദിജ പരശ്രേഷ്ഠ ധർമ്മസ്ഥേ വൃദ്ധസമ്മത വർത്തതേ നാദികൃഷ്ടേണ സന്തുഷ്ട മനസ സദാ. ശ്ലോകം 31. സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിത് അഹീയമാനസ്വാദ് ധർമാത് നഹ്യസ്യാഖില കാമധോക്. സന്തുഷ്ടഃ യർഹി വർത്തേത. യർഹി എപ്പോൾ, ബ്രാഹ്മണൻ യേന കേനചിത് എന്ത് കിട്ടുന്നുവോ അതുകൊണ്ട് സന്തുഷ്ടഃ സന്തോഷിച്ചവനായി സ്യാദ് ധർമ്മ സ്വധർമ്മത്തിൽ നിന്ന് അഹീയമാനക തെറ്റാത്തവനായിട്ട് വർത്തിക്കുന്നുമോ അപ്പോൾ സഹാഹി അതുതന്നെ അസ്യ ഇവന്റെ അഖില കാമതും സർവ കാമങ്ങളെയും സാധിപ്പിക്കുന്നതായി ഭവിക്കുന്നുള്ളൂ. അപ്പൊ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക. യദൃച്ഛ ലാഭസന്തുഷ്ടോ, യാദൃശ്യമായി കിട്ടുന്നത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുക. ദ്വന്ദ്വാദികോ വിമത്സരക സമസിദ്ധാവ് അസിദ്ധൗച്ച കൃത്വാഭിച നിബദ്ധ്യതേ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയും. യാദൃച്ഛ്യമായി കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണം. സുഖദുഃഖങ്ങളെ ശീതോഷ്ണങ്ങളെ എല്ലാം മാനാവമാനങ്ങളെ എല്ലാം സമമായിട്ട് കരുതുക. ആരോട് മാത്സര്യമൊന്നുമില്ലാതെ ആഹാരാദി പദാർത്ഥം എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സന്താപങ്ങളില്ലാതെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിത് അഹീയമാനസ്വാദ് ധർമാത് നഹ്യസ്യാഖില കാമധുക്. ശ്ലോകം 32. അസന്തുഷ്ടോ അസകൃത് ലോകാൻ ആപ്നോത്യപി സുരേശ്വരഃ അകിഞ്ചനോപി സന്തുഷ്ട ശേദേ സർവാംഗ വിജ്വരഃ. അസന്തുഷ്ടഃ അസകൃത് ലോകാൻ ആപ്നോതി അപി സുരേശ്വരഃ. സുരേശ്വരഃ അപി ഇന്ദ്രനാണെങ്കിലും അസന്തുഷ്ടഃ സന്തോഷമില്ലാത്തവനാണെങ്കിൽ അസകൃത് എപ്പോഴും ലോകങ്ങളെ ആപ്നോതി പ്രാപിക്കുന്നു. അപ്പൊ ദേവേന്ദ്രനായിരുന്നാൽ പോലും തൻ്റെ സ്വാധീനത്തിലിരിക്കുന്ന സ്വർഗഭോഗ സാധനങ്ങളിൽ സന്തോഷിക്കാതിരുന്നാൽ ഏത് ദുഃഖിൽ പോയാലും അതിനേക്കാൾ സുഖം കിട്ടിയാലും ഒരുത്തന് സന്തോഷം ഉണ്ടാവുകയില്ല. ചിലർക്കൊണ്ട് എന്ത് കിട്ടിയാലും സന്തോഷം ഉണ്ടാവുകയില്ല. അപ്പൊ അതിനേക്കാളും കൂടുതൽ കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹം. സുരേശ്വര ഇന്ദ്രനാണെങ്കിൽ സന്തോഷിക്കാത്തവനാണെങ്കിൽ അസകൃത് എപ്പോഴും ലോകങ്ങളെ ആപ്നോതി പ്രാപിക്കുക. ഏത് ലോകത്ത് ചെന്നാലും അവനൊരു സന്തോഷവും കാണുകയില്ല. അകിഞ്ചനവ അഭി എന്നാൽ ഒരു ദരിദ്രനാണെങ്കിലും സന്തോഷിച്ചവനെങ്കിൽ സർവാംഗ വിജ്വര സർവാംഗ സുഖത്തോടെ ശയിക്കുന്നു. ഇപ്പോൾ ഒരു ദരിദ്രനാണ്, ചില ദരിദ്രന്മാരുണ്ട്, അവർക്ക് ഭയങ്കര സന്തോഷമാണ്, അവർക്ക് കിട്ടുന്നത് തന്നെ തൃപ്തി. യദൃഷ്ട ലാഭസന്തുഷ്ട യാദൃച്ഛ്യമായി കിട്ടുന്നത് കൊണ്ട് തന്നെ അവര് സന്തോഷിക്കുന്നു. ചിലർക്ക് എത്ര കിട്ടിയാലും സന്തോഷമില്ല. അപ്പൊ ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ വികാരമാണ്, നമ്മൾ വിചാരിക്കുന്നതാണ്. മനയേവ കാരണം മനുഷ്യാണോ ബന്ധമോശയോ, മനസ്സാണ് എല്ലാത്തിനും കാരണം അല്ലേ. ചിലർക്ക് എത്ര കിട്ടിയാലും പോരാ. എന്നാൽ ചിലർ പാവപ്പെട്ടവരായിരിക്കും, കിട്ടിയെന്നതിൽ അവർ സന്തോഷം കണ്ടെത്തും. ചില പാവപ്പെട്ട കുടുംബത്തിലുണ്ട്, വളരെ സന്തോഷത്തോടു കൂടി കഴിയും. പക്ഷെ പണമുള്ള കുടുംബത്തിലാണെങ്കിലും എന്നും അടിയും പിടിയും തന്നെ, അവർക്ക് എത്ര കിട്ടിയാലും പോരാ. ഇപ്പം ദേവേന്ദ്രനായിരുന്നാലും
കിട്ടുന്നതിൽ സന്തോഷിച്ചില്ലെങ്കിൽ അവന് പിന്നെ ഏത് കിട്ടിയാലും ഒരു സന്തോഷവും കാണുകയില്ല. അപ്പൊ ഓരോരുത്തരും അവരവരുടെ സുഖം അവരവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. സ്വന്തം നിലയിൽ സന്തോഷിക്കുക. അപ്പൊ അവരാണ് സുഖമുള്ളവൻ. അല്ലാത്തവന് എപ്പോഴും ദുഃഖത്തിനേ സമയമുള്ളൂ. അസന്തുഷ്ടോ അസകൃത് ലോകാൻ ആപ്നോത്യപി സുരേശ്വരഃ അകിഞ്ചനോപി സന്തുഷ്ട ശേദേ സർവാംഗ വിജ്വരഃ. ശ്ലോകം 34. കശ്ചിദ് വാ കുശലം ബ്രഹ്മൻ രാജതോ യസ്യ ഹി പ്രജാ സുഖം വസന്തി വിഷയേ ബാല്യമാനാസ മേ പ്രിയഃ. കശ്ചിത് വഹ, ഇവിടെ കശ്ചിത് ദ്വാ എന്ന് കിടക്കുന്നത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കശ്ചിത് വഹ കുശലം ബ്രഹ്മൻ രാജതഃ യസ്യ ഹി പ്രജാഹ. ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, വഹ നിങ്ങൾക്ക് രാജതഃ രാജാവിൽ നിന്ന് കുശലം കശ്ചിത് സൗഖ്യം തന്നെയോ? രാജാവ് ബ്രാഹ്മണരെയൊക്കെ യഥാവിധമൊക്കെ സ്വീകരിക്കുന്നുണ്ടോ? യസ്യ യാതൊരുത്തന്റെ വിഷയ ദേശത്തിൽ ബാല്യമാന രക്ഷിക്കപ്പെടുന്ന പ്രജാഹ ജനങ്ങൾ സുഖം വസന്തി സുഖമായിരിക്കുന്നുവോ? സഹ അവൻ മേ എനിക്ക് പ്രിയഹ ഇഷ്ടനാണ്. രാജാവിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന സഹായമൊക്കെ കിട്ടുന്നുണ്ടോ? അതായത് നിങ്ങളുടെ തപസ്സിനൊന്നും വിഘ്നം വരാത്ത രീതിയിൽ രാജാവ് നിങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ടോ? ജനങ്ങൾക്ക് അതേ ക്ലേശം കൂടാതെ അവിടെ കഴിയാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള രാജാവാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ. കൃഷ്ണൻ ചോദിക്കുകയാണ്, കശ്ചിദ്വാ കുശലം ബ്രഹ്മൻ രാജതോ യസ്യ ഹി പ്രജാ സുഖം വസന്തി വിഷയേ ബാല്യമാനാ സമേ പ്രിയാം. ശ്ലോകം 35. യതസ്ത്വമാഗതോ ദുർഗം നിസ്തീര്യേഹ യദിച്ഛയാ സർവം നോ ബ്രൂഹ്യ ഗുഹ്യം ചേത് കിം കാര്യം കരവാമതേ. യതഃ ത്വം ആഗതഃ ദുർഗം നിസ്തീര്യ ഇഹ യദ് ഇച്ഛയാ. യതഃ ഏത് ദിക്കിൽ നിന്ന്, യത് ഇച്ഛയാ ഏതൊന്നിന്റെ ഇച്ഛ കൊണ്ട്, ദുർഗം സമുദ്രത്തെ, നിസ്തീര്യ കടന്നിട്ട്, ഇഹ ഇവിടെ, ത്വം അങ്ങ്, ആഗതഃ വന്നവനായി, സർവം എല്ലാം, മൂന്നാമത്തെ സർവം, നഹ ബ്രൂഹി അഗുഹ്യം ചേത് രഹസ്യമല്ലെങ്കിൽ, നഹ നമ്മോട് ബ്രൂഹി പറഞ്ഞാലും, തേ നിനക്ക്, കിം കാര്യം എന്ത് കാര്യത്തെ കരവാമ ചെയ്യണം. അപ്പൊ അങ്ങ് ഏത് ദിക്കിൽ നിന്നാണ് വരുന്നത്? ഇപ്പോഴാണ് ചോദിക്കുന്നത്. ഏത് ദിക്കിൽ നിന്നാണ് വരുന്നത്? സമുദ്രമൊക്കെ തരണം ചെയ്ത് ക്ലേശം അനുഭവിച്ച് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? രഹസ്യമല്ലെങ്കിൽ അതെന്നോട് പറയണം. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. യതസ്ത്വം ആഗതോ ദുർഗം നിസ്തീര്യേഹ യദിച്ഛയാ സർവം നോ ബ്രൂഹ്യ ഗുഹ്യം ചേ കിം കാര്യം കരവാമതേ. ശ്ലോകം 36. ഏവം സംസ്പൃഷ്ട സംപ്രശ്നോ ബ്രാഹ്മണ പരമേഷ്ഠിന ലീലാഗൃഹീത ദേഹേന തസ്മൈ സർവം അവർണയത്. ഏവം സംസ്പൃഷ്ട സംപ്രശ്നഃ, ഏവം ഇപ്രകാരം, ലീലാഗൃഹീത ദേഹേന, രണ്ടാമത്തെ ലീലാഗൃഹീത ദേഹേന ലീലയായിട്ട് ഗ്രഹിക്കപ്പെട്ട ദേഹത്തോടുകൂടിയ പരമേഷ്ഠിന പരമേശ്വരനാൽ സംസ്പൃഷ്ട ചോദിക്കപ്പെട്ട പ്രശ്നഃ ചോദ്യത്തോടുകൂടിയ ബ്രാഹ്മണൻ തസ്മൈ അവനായിക്കൊണ്ട് സർവം എല്ലാം വർണ്ണിച്ചു. അപ്പൊ ഭഗവാൻ ഇത്രയും നേരം ചോദിച്ചു എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ഭഗവാൻ പരമേഷ്ഠി ലീലയായിട്ട് ദേഹം സ്വീകരിച്ച ആ ഭഗവാനാൽ ചോദിക്കപ്പെട്ട ചോദ്യത്തിന് ബ്രാഹ്മണൻ ഉത്തരം പറയുകയാണ്. വിസ്തരിച്ച് ഭഗവാനോട് പറഞ്ഞു എന്താണ് കാര്യം. അപ്പൊ ഇനി ആ ബ്രാഹ്മണൻ രുക്മിണി കൊടുത്തയച്ച ആ സന്ദേശത്തെ ഭഗവാനെ ധരിപ്പിക്കുകയാണ്, വായിച്ച് കേൾപ്പിക്കുകയാണ്. അത് 37 മുതൽ 43 വരെയുള്ള 7 ശ്ലോകങ്ങളിൽ. രുക്മിണ്യുവാച. ശ്ലോകം 37.
ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണ വിവരൈർ ഹരതോങ്കതാപം രൂപം ദൃശാദൃശിമതാം അഖിലാർത്ഥലാഭം തൊയ്യച്യുതാ വിശതി ചിത്തം അപത്രപം മേ. രുക്മിണി കൊടുത്ത സന്ദേശം ഇങ്ങനെയാണ് ആ ലെറ്ററിൽ ഉള്ളത്. ശുദ്ധ്വാ ഗുണാൻ ഭുവന സുന്ദര. ഭഗവാനെ വിളിക്കുന്ന എന്താണ്? ഭുവന സുന്ദര, ലോകസുന്ദര. ഭഗവാൻ സുന്ദരനാണല്ലേ. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചോലമാല ധന്യ ശ്രീവത്സ സക്കൗസ്തുഭമിടകലരും ചാരുതോരാന്തരാളം ശംഖം ചക്രഗദാ പങ്കജം ഇതി വിലസും 4 തൃക്കൈകളോടെ സങ്കീർണ ശ്യാമവർണം ഹരിവപുരമുലം പൂരയേൻ മംഗളം വാ. ആ പൊന്നിൻ കിരീടമൊക്കെ ധരിച്ച് തരിവള കടകം കാഞ്ചി പൂഞ്ചോലമാല ശ്രീവത്സം കൗസ്തുഭം ശംഖുചക്ര ഗദ പത്മമൊക്കെ 4 തൃക്കൈകളോടെ ആ ശ്യാമവർണ്ണനായ ഭഗവാൻ ശ്യാമസുന്ദരൻ, ശ്യാമസുന്ദര എന്ന് വിളിക്കുകയാണ്. ഭഗവാന്റെ ആ മനോഹാരിത നാരായണീയത്തിൽ പറയും. എത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാ കാന്തം കാന്തനിദാന കാന്തം കാന്തി നിദാനതോപി മധുരം മാധുര്യതുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ. അതായത് ത്രൈലോക്യം 3 ലോകത്തിലുമുള്ളതിൽ സുന്ദരമായതിൽ ഏറ്റവും സുന്ദരമായത്, കാന്തിയുള്ളതിൽ ഏറ്റവും കാന്തിയുള്ളത്, മധുരമുള്ളതിൽ ഏറ്റവും മധുരമുള്ളത്, അത്ഭുതമായതിൽ ഏറ്റവും അത്ഭുതമായിട്ടുള്ളത്, അതാണ് ഭഗവാന്റെ ആ രൂപം. പിന്നെയോ അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേർ അഖിലം മധുരം. ഭഗവാന്റെ എല്ലാം മധുരം തന്നെയാണ്, എല്ലാ അംഗങ്ങളും മധുരം തന്നെയാണ്. അങ്ങനെയുള്ള ശ്യാമസുന്ദര ശൃണ്വതാം തേ, അങ്ങേ കേൾക്കുന്നവരുടെ നിർവിശ്യ കർണവിവരൈഹി, കർണങ്ങളുടെ ദ്വാരങ്ങളിൽ കൂടി നിർവിശ്യ പ്രവേശിച്ചിട്ട് അങ്ങയെപ്പറ്റി കേൾക്കുന്നവര് ആ കേട്ടതെല്ലാം കർണങ്ങളുടെ ദ്വാരത്തിൽ ചെവിയിൽ കൂടി അത് പ്രവേശിച്ചിട്ട് അംഗതാപം സർവാംഗ ദുഃഖത്തെ ഹരിക്കുന്ന. അപ്പൊ നമ്മുടെ അങ്ങയെപ്പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ സർവ്വ ദുഃഖവും ഇല്ലാതാകുന്നു. അങ്ങനെയുള്ള ഗുണങ്ങളെയും ദൃശ്യമതാം കണ്ണുകളുടെ ദൃശാം, കണ്ണുകളുടെ അഖിലാർത്ഥ ലാഭം, സകലാർത്ഥ ലാഭത്തോടു കൂടിയ രൂപം, അങ്ങയുടെ സൗന്ദര്യത്തെയും കേട്ടിട്ട് കണ്ണനെ കാണാത്ത കണ്ണന്തിനാ കണ്ണാ കണ്ണന്തിനാ കണ്ണാ കണ്ണന്തിനാ. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാണ്? കണ്ണെന്തിനു തന്നു ഭഗവാൻ നാരായണ രൂപം കാണാൻ. നാരായണന്റെ രൂപം കാണാനാണല്ലോ ഈ കണ്ണ് തന്നിരിക്കുന്നത്. കാതോ നാരായണന്റെ നാമം കേൾക്കാനാണ് ആ കാത് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ആ ജീവിത ലക്ഷ്യം നിറവേറ്റണം, ആ ഇന്ദ്രിയങ്ങളുടെ ആ ലാഭം കിട്ടണമെങ്കിൽ, സർവാർത്ഥ ലാഭത്തോട് ഈ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാന്റെ രൂപം കണ്ണുകൊണ്ട് കാണണം, കാതുകൊണ്ട് ഭഗവാന്റെ ആ കീർത്തനങ്ങൾ നമ്മൾ കേൾക്കണം, നാവുകൊണ്ട് ഭഗവാന്റെ നാമം ഉച്ചരിക്കണം. അങ്ങനെയുള്ള അങ്ങയുടെ തേരൂപം, അങ്ങയുടെ സൗന്ദര്യത്തെ ശുദ്ധ്വ കേട്ടിട്ട് അച്യുതഹേ നാശരഹിതനെ, ച്യുതിയില്ലാത്തവനെ, നാശമില്ലാത്തവനെ, മേ എൻ്റെ ചിത്തം മനസ്സ് അപത്രപം ലജ്ജയില്ലാതെ കണ്ട് തൊയ് അങ്ങയിൽ ആ വിശദി പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങയുടെ രൂപഗുണങ്ങൾ കേട്ടാൽ അത് ആരെയാണ് ആകർഷിക്കാത്തത്? ശീലം കൊണ്ടും ആകൃതി കൊണ്ടും സർവ്വജനങ്ങളെയും ആകർഷിക്കുന്ന ലോകോത്തര സൗന്ദര്യോത്തര തോപി സുന്ദരതരം, ലോകോത്തര സൗന്ദര്യമുള്ള ഭുവന സുന്ദര, അങ്ങയുടെ ഗുണങ്ങളെയും മറ്റ് സൗന്ദര്യങ്ങളെയൊക്കെ കേട്ട് ആസക്തയായി ഞാൻ അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ചിരിക്കുകയാണ്. അതെന്റെ ദോഷമാണോ ഭഗവാനെ? ആർക്കാണ് ഭഗവാനിൽ ഇങ്ങനെ ആസക്തി ഉണ്ടാകാത്തത്?
എന്ന് ചോദിക്കുകയാണ് എന്നാണ് ആദ്യം ആ ഇതിൽ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭുവനസുന്ദര എന്നാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ശുദ്ധ്വാ ഗുണാൻ ഭുവനസുന്ദര ശുണ്വതാം തേ നിർവിശ്യകർണ വിവരൈ ഹരതോങ്കതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശദി ചിത്തം അഭദ്രപം മേ. ശ്ലോകം 38. കാത്വാ മുകുന്ദ മഹതീ കുലശീലരൂപ വിദ്യാവയോ ദ്രവിണ ധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതി ന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോക മനോഭിരാമം. കാത്വാ മുകുന്ദ, മുകുന്ദ അല്ലയോ മുക്തിപ്രദ, മുക്തിദദാതി ഇതി മുകുന്ദ, മുക്ത ദാനം ചെയ്യുന്നവനാണ് മുകുന്ദൻ. മുകുന്ദ മുക്തിപ്രദ. മഹതി കുല ശീല രൂപ വിദ്യ അവയവോ ദ്രവിണ ധാമഭി ആത്മതുല്യം ധീരാ പതിം കുലവതി ന വൃണീത കന്യ കാലേ നൃസിംഹ. നരശ്രേഷ്ഠ, കുലവതി സത്കുലത്തിൽ ജനിച്ചവളും മഹതി മഹനീയ ഗുണങ്ങൾ ഉള്ളവളും ധീര മനസ്സിനെ അടക്കിയിരിക്കാൻ സാമർഥ്യമുള്ളവളുമായ കാകന്യ, യാതൊരു സ്ത്രീ കുലശീല രൂപ വിദ്യാവയോ ദ്രവിണ ധാമവി. കുലം ശീലം രൂപം വിദ്യാഭ്യാസം വിദ്യാ അവയവോ ദ്രവിണ ധാമഭി. വിദ്യാഭ്യാസം, യൗവനം, ധനസമൃദ്ധി, പ്രഭാവം എന്നിവയാൽ ആത്മതുല്യം ആത്മാവിന് സദൃശ്യനായും നരലോക മനോഭിരാമം മനുഷ്യ മാത്രമായിരിക്കുന്ന യാതൊരുവന്റെയും മനസ്സിനെ രമിപ്പിക്കുന്നതുമായ അങ്ങയെ കാലേ വിവാഹ സമയത്തിൽ പതിം ഭർത്താവായിട്ട് ഞാൻ പ്രണീത വരിക്കുകയില്ല. അപ്പൊ ഏതൊരു സത്കുലത്തിൽ ജനിച്ച സ്ത്രീയാണ് അങ്ങയെപ്പോലെ ഈ ഗുണ സൗശീല്യമെല്ലാമുള്ള സുന്ദരനായ എല്ലാ യോഗ്യതയുമുള്ള ആത്മാവിന് സദൃശനായിരിക്കുന്ന മനുഷ്യലോകത്തിലെ ശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങയെ ഭർത്താവായിട്ട് കിട്ടാൻ ആരെയാണ് ആഗ്രഹിക്കാത്തത്? അതുപോലെ ഞാനും ആഗ്രഹിച്ചു. സദ്കുലത്തിൽ ജനനം, സുഖത്തെ വർദ്ധിപ്പിക്കുന്ന സ്വഭാവ ഗുണം, നേത്രാനന്ദത്തെ അധിപരിക്കുന്ന സൗന്ദര്യം, ലൗകികവും ദൈവികവുമായ വിദ്യയിൽ പാണ്ഡിത്യം, ആശംസിക്കത്തക്ക യൗവനം, ആഗ്രഹിക്കത്തക്ക ധനസമൃദ്ധി, പ്രശംസിക്കത്തക്ക പ്രഭാവം, ഇതെല്ലാം അങ്ങയ്ക്കുണ്ട്. പിന്നെ യാതൊരു സ്ത്രീയാണ് അങ്ങയെ ആഗ്രഹിക്കാത്തത്? കാത്വാ മുകുന്ദ മഹതി കുലശീല രൂപ വിദ്യാവയോ ദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവദീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോക മനോഭിരാമം. ശ്ലോകം 39. തന്മേ ഭവാൻ ഖലു വൃത പതിരംഗജായാം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിധേഹി മാ വീരഭാഗം അഭിമർശതു ചൈദ്യ ആരാത് ഗോമായുവത് മൃഗപതേർ ബലിമംബുജാക്ഷ. തത് മേ, തത് അത് ഹേതുവായിട്ട് മേ എന്നാൽ ഭവാൻ പതിഹി പതിയായിട്ട് വൃതഃ ഖലു വരിക്കപ്പെട്ടു. ഖലു വൃതഃ പതിഹി പതിയായിട്ട് ഞാൻ അങ്ങയെ വരിച്ചു കഴിഞ്ഞു. നിശ്ചയം ഭവതഃ അങ്ങേക്കായിക്കൊണ്ട് ആത്മാ അർപ്പിത എൻ്റെ ഈ ദേഹം അർപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ക അല്ലയോ ശ്രേഷ്ഠനായിട്ടുള്ളവനെ ഭഗവാനെ വിഭോ സമർത്ഥ അത്ര ഇവിടെ വന്നിട്ട് ജായാം ഭാര്യയായിട്ട് വിദേഹി എന്നെ സ്വീകരിച്ചാലും, അങ്ങ് ഇവിടെ വന്ന് എന്നെ ഭാര്യയായി സ്വീകരിച്ചാലും, വീരഹേ ശൂര മൃഗപതേ സിംഹത്തിൻ്റെ ബലിയെ ഗോമായുവ, ഗോമായു എന്ന് വെച്ചാൽ കുറുക്കൻ എടുത്തുകൊണ്ട് പോകുന്ന പോലെ സിംഹത്തിനുള്ള ഭാഗത്തെ ഒരു കുറുക്കൻ എടുത്തുകൊണ്ട് പോയാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഭാഗം, അങ്ങയുടെ ഭാഗമായ മാം എന്നെ ആര് കൊണ്ടുപോകുന്നു? അംബുജാക്ഷ താമര ലോചന താമര കണ്ണ ചൈത്യ ശിശുപാലൻ മാ അഭിമർശു സ്പർശിക്കരുത്. അപ്പൊ ശിശുപാലനെ ഒരു കുറുക്കനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിംഹത്തിന്റെ ആ ഭാഗം
ബലിയെ ഒരു കുറുക്കെടുത്തുകൊണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് അങ്ങയ്ക്ക് അവകാശപ്പെട്ടതിനെ ഈ കുറുക്കനായ ശിശുപാലൻ എടുത്തുകൊണ്ട് പോവുകയാണ്. അത് എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുകയാണ്. തന്മേ ഭവാൻ ഖലു വൃതപതിരംഗജായാം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിദേഹി മാ വീരഭാഗം അവിമർശതു ചൈദ്യാരാ ഗോമായുവത് മൃഗപതേർ ബലിമംബുജാക്ഷ. ശ്ലോകം 41 അല്ല 40, 39 വായിച്ചേ. 40 പൂർത്തേഷ്ടദത്ത നിയമ വൃതദേവ വിപ്രാ ഗുർവർച്ചനാദിഭിരലം ഭഗവാൻ പരേശ ആരാധിതോ യതി ഗദാഗ്രജ ഏത്യപാണിം ഗൃഹാതുമേന ദമഘോഷ സുതാദയോന്യേ. പൂർത്ത ഇഷ്ട ദത്ത നിയമ വ്രത ദേവ വിപ്ര. പൂർത്തം എന്ന് പറയുന്നത് അതായത് ജനക്ഷേമകരമായിട്ട് കിണറുകൾ, തടാകങ്ങളൊക്കെ നിർമ്മിക്കുക, ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക, പിന്നെ പൂന്തോട്ടങ്ങളൊക്കെ നിർമ്മിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ഉള്ള പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് പൂർത്തം എന്ന് പറയുന്നത്. പൂർത്തം. ഇനി ഇഷ്ടം എന്ന് പറയുന്നത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അഗ്നിഹോത്രം, യാഗം മുതലായവ കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ദത്ത എന്ന് വെച്ചാൽ ദാനം. ദാനം നമ്മൾ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് പറയും അല്ലേ? അർഹതപ്പെട്ടവർക്ക് ദാനം കൊടുക്കണം. ഇനി നിയമം. നിയമം എന്ന് പറഞ്ഞാൽ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണീദാനം, ഇതൊക്കെയാണ് നിയമം എന്ന് പറയുന്നത്. ശുദ്ധിയായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. തപസ് എന്ന് വെച്ചാൽ മനസ്സ് ഈശ്വരനിൽ അർപ്പിക്കുക. സ്വാധ്യായം ഈശ്വര പരമായിട്ടുള്ള ആത്മീയ ഗ്രന്ഥങ്ങൾ പഠിക്കുക. ഈശ്വര പ്രണീദാനം എന്ന് വെച്ചാൽ എപ്പോഴും ഈശ്വര ചിന്ത ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് നിയമം എന്ന് പറയുന്നത്. വ്രതം. പിന്നെ ദേവവിപ്ര ഗുർവ് അർച്ചനാദിപേർ. ദേവന്മാരെയും ദേവന്മാരുടെ പൂജ, ബ്രാഹ്മണ പൂജ, ഗുർവ എന്ന് വെച്ചാൽ ഗുരുപൂജ മുതലായവയാൽ അർച്ചനാദിഭിഹി അലം ഭഗവാൻ പരേശഃ. പരേശഃ ഭഗവാൻ, സർവേശ്വരനായ ഭഗവാൻ ആരാധിതായതി പൂജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗദാഗ്രജഃ, ഗദൻ അഗ്രജനായിട്ടുള്ളവൻ, അതായത് കൃഷ്ണൻ, ഏത്യ ആഗമിച്ചിട്ട് പാണിം കൈയിനെ ഗൃഹാതു ഗ്രഹിക്കട്ടെ. അപ്പൊ അങ്ങ് ഇതുപോലെ ഇഷ്ടം പൂർത്തം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ട് ജന്മാന്തരത്തിൽ സർവേശ്വരനെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ കൃഷ്ണൻ ഇപ്പോൾ അരികത്ത് വന്ന് എന്നെ പാണിഗ്രഹണം ചെയ്യാൻ ഇടവരണം എന്ന് പറയുകയാണ്. അപ്പം ഞാൻ രുക്മിണി പറയാണ്, ഞാൻ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ജന്മാന്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് എൻ്റെ അരികത്ത് വന്ന് എന്നെ പാണിഗ്രഹണം ചെയ്യണം. അല്ല, അത് മതി. ദമഘോഷ സുതാദയ. ദമഘോഷൻ എന്ന് വെച്ചാൽ ശിശുപാലൻ, ദമഘോഷ സുതൻ, ശിശുപാലൻ മുതലായ അന്യർ മേന എൻ്റെ പാണി ഗ്രഹിക്കേണ്ട. അപ്പം ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് വന്ന് എൻ്റെ പാണി ഗ്രഹിക്കുക. ഈ ശിശുപാലനെ പോലെ ദുഷ്ടനായിട്ടുള്ളവനൊന്നും വന്ന് എൻ്റെ കൈ പിടിക്കേണ്ട കാര്യമില്ല. പൂർത്തേഷ്ടദത്ത നിയമവ്രത ദേവവിപ്ര ഗുർവർച്ചനാദിവിരലം ഭഗവാൻ പരേശ ആരാധിതോ യതി ഗദാഗ്രജയേത്യ പാണിം ഗൃഹാതുമേന ദമഘോഷ സുതാദയോന്യേ. ശ്ലോകം 41. ശോഭാവിനി ത്വം അജിതോ ഉദ്വഹനേ വിദർഭാൻ ഗുപ്തസമേത്യ പ്രതനാപതിഭിപരീത നിർമധ്യ ചൈത്യമഗതേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽക്കാം. ശ്വഃ ഭാവിനി ത്വം അജിതഃ, ത്വം അജിത ഉദ്വഹനെ, ഉദ്വഹനെ വിദർഭാൻ. അജിത, ഹേ അജിത, ആരാലും ജയിക്കപ്പെടാത്തവനെ.
ശ്വഹ നാളെ ഭാമിനി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഉദ്വഹനെ വിവാഹത്തിൽ, നാളെ എൻ്റെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങ് എന്ത് ചെയ്യണം? ത്വം അങ്ങ് ഗുപ്തഹ ആരാലും അറിയപ്പെടാതെ വന്നിട്ട് സമേത്യ ആഗമിച്ചിട്ട് പൃഥുനാപതിഭിഹി സേനാപതികളാൽ പരീത ചുറ്റപ്പെട്ടവനായി ചൈദ്യ മഹദേന്ദ്ര ബല ശിശുപാലൻ, മഗധൻ എന്ന് വെച്ചാൽ ജരാസന്ധൻ, ഇവരുടെ സൈന്യത്തെ നിർബന്ധ്യ തോൽപ്പിച്ചിട്ട് പ്രസഹ്യ ബലാത്കാരേണ വീര്യശുൽക്കാം ശുൽക്കമാകുന്ന മൂല്യത്തോടുകൂടി, അതായത് വീര്യമാകുന്ന ശുൽക്കം, വീര്യമാകുന്ന ധനത്തോടുകൂടി മാം എന്നെ രാക്ഷസേന രാക്ഷസം എന്ന പേരായ വിധിയാൽ ഉദ്വഹ വിവാഹം ചെയ്യണം. അപ്പൊ ഇതുപോലെ സൈന്യങ്ങളെയൊക്കെ തോൽപ്പിച്ചിട്ട് അപഹരിച്ചു കൊണ്ടുപോകുന്നതിനാണ് രാക്ഷസ വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ രാക്ഷസ രീതിയിൽ അങ്ങ് ശിശുപാലന്റെയൊക്കെ സൈന്യത്തെ തോൽപ്പിച്ചിട്ട് എന്നെ സ്വീകരിച്ചു കൊണ്ടുപോകണം. പണ്ട് സമുദ്രമഥനം ചെയ്തിരുന്നപ്പോ ലക്ഷ്മി ദേവി അതിൽ നിന്ന് വന്നല്ലോ, അപ്പൊ അങ്ങ് സ്വീകരിച്ചില്ലേ? അതുപോലെ ഇവരെയൊക്കെ മഥനം ചെയ്യണം, ഈ സൈന്യങ്ങളെ മഥനം ചെയ്തിട്ട് എന്നെ അങ്ങ് സ്വീകരിക്കണം എന്ന് പറയുകയാണ്. അതും കൂടെ അതാണ് ഇവിടെ മഥനം, നിർബന്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. സമുദ്ര മഥനം, പാലാഴി മഥനം ചെയ്തപ്പോഴാണല്ലോ ലക്ഷ്മി ദേവി വന്നത്. അപ്പൊ ലക്ഷ്മി ദേവി വിഷ്ണുവിനെ സ്വീകരിച്ചല്ലോ. അതുപോലെ ഇപ്പൊ ഇവരെ മഥനം ചെയ്തിട്ട് എന്നെ അങ്ങ് സ്വീകരിക്കണം എന്ന് പറയുകയാണ്. ശോഭാവിനീത്വം അജിതോ ഉദ്വഹനെ വിദർഭാൻ ഗുപ്ത സമേത്യ പ്രഥനാപതി വിപരീത നിർബന്ധ്യ ചൈത്യ മഹദേന്ദ്ര നിർമധ്യ ചൈത്യ മഹദേന്ദ്ര ബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽക്കാം. ശ്ലോകം 42. അന്തഃപുരാന്തരചരീം അനിഹത്യ ബന്ധും ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുഃ ഉപായം പൂർവേദ്യുരസ്തി മഹതി കുലദേവി യാത്ര യാസ്യാം ബഹിർനവവധൂർ ഗിരിജാമുപേയാൻ. അന്തപുരാന്ത ചരീം അനിഹത്യ ബന്ധും ത്വാം ഉദ്വഹേ കഥമിതി പ്രവദാമി ഉപായം പൂർവേദ്യുഹ് അസ്തി മഹതി കുലദേവി യാത്ര യാസ്യാം ബഹിഹി നവവധൂഹി ഗിരിജാം ഉപേയാ. അന്തഃപുരാന്തചരി അന്തഃപുര മധ്യത്തിൽ സഞ്ചരിക്കുന്ന ത്വാം നിന്നെ ബന്ധുക്കളെ അനിഹത്യ ഹനിക്കാതെ കഥം എങ്ങനെ ഉദ്വഹേ കല്യാണം കഴിക്കും ഇതി എന്നതിൽ ഉപായം കൗശലം വധ പ്രവദാമി ഞാനിതാ പറയുന്നു. അപ്പോൾ അന്തഃപുരത്തിൽ, അപ്പോൾ അങ്ങേക്ക് തോന്നും ഞാൻ അന്തഃപുരത്തിലല്ലേ ഉള്ളൂ ഇരിക്കുന്നത്, അപ്പം എന്നെ എങ്ങനെ ബന്ധുക്കളെ കൊല്ലാതെ എന്നെ അപഹരിക്കാൻ സാധിക്കും എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനും ഉപായം പറഞ്ഞു തരാം. എന്താണ്? പൂർവേദ്യുഹു തലേനാൾ, വിവാഹത്തിൻ്റെ തലേനാൾ മഹതി ആഘോഷത്തോടു കൂടിയ കുലദേവി യാത്ര, കുലദേവിയെ വന്ദിക്കാനുള്ള, അതായത് അംബിക ക്ഷേത്രത്തിൽ പോകും. വിവാഹ ദിവസത്തിൻ്റെ തലേന്ന് ഒരു ഘോഷയാത്ര പോകും. അവിടെ അടുത്ത് കുറേ അകലെ ഒരു അംബികാ ക്ഷേത്രമുണ്ട്, അപ്പോൾ അവിടെ പോകും. കുലദേവി യാത്ര, കുലദേവിയെ വന്ദിക്കാനുള്ള യാത്ര ഉണ്ട്. യസ്യം ആ യാത്രയിൽ നവവധൂഹു കല്യാണത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കന്യക ബഹിഹി പുറമേയുള്ള ഗിരിജ പാർവതിയെ ഉപായാനം ചെയ്യും. അപ്പോൾ ആ തലേ ദിവസം ഈ വിവാഹത്തിന് നിശ്ചയിച്ചിട്ടുള്ള പെൺകുട്ടി ആ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യണമെന്നാണ്. അപ്പം അങ്ങനെ തലേ ദിവസം ഞാൻ അന്തഃപുരത്തിന് വെളിയിൽ ഇറങ്ങും, അപ്പോൾ അങ്ങേക്ക് എന്നെ അപഹരിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അന്തഃപുരാന്തരചരീം അനിഹത്യ ബന്ധുവും സ്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേദ്യുർ അസ്തി മഹതി കുലദേവി യാത്ര യസ്യാം ബഹിർനവവധൂർ ഗിരിജാമുപേയാത്. ശ്ലോകം 43. യസ്യാംഗ്രി പങ്കരജ സ്നപനം മഹാന്തോ വാഞ്ചത്യ ഉമാപതിർ ഇവാത്മതമോപഹത്യൈ യർഹ്യംബുജാക്ഷ ന ലഭേയ ഭവത്പ്രസാദം ജഹ്യാമസൂൻ ഹൃതകൃശാൻ ശതജന്മഭി സ്യാത്. യസ്യ അംഘ്രി പങ്കജരജഃ സ്നപനം മഹാന്തഃ
വാഞ്ചന്തി ഉമാപതിഹി ഇവ ആത്മതമഃ അപഹത്യൈഹി യർഹി അംബുജാക്ഷ ന ലഭേയ ഭവത് പ്രസാദം ജഹ്യാം അസൂൻ വ്രതകൃശാൻ ശതജന്മഭിഹി സ്യാത്. യസ്യ യാതൊരുത്തൻ്റെ അംഗ്രിപങ്കരജ സ്നപനം താമരപ്പൂ പോലെ ഇരിക്കുന്ന പാദത്തിലെ ധൂളികളിലുള്ള സ്നാനം, അതായത് അങ്ങയുടെ പാദാംബുജ ധൂളി ആരൊക്കെയാണ് ശിരസിൽ ധരിക്കുന്നത്? ബ്രഹ്മാവ്, പരമേശ്വരനെല്ലാം ശിരസിൽ ധരിക്കുന്നതാണ്. അതിൽ സ്നാനം ചെയ്യുന്നവരാണ്. ആത്മതമോ അപഹത്തി, ആത്മാവിനെ അറിയാതിരിക്കുക എന്ന സ്വരൂപത്തോടു കൂടിയ അന്ധകാരത്തിൻ്റെ നാശനത്തിനായിക്കൊണ്ട് ഉമാപതീവ, പരമശിവൻ എന്ന പോലെ. ഇപ്പൊ പരമശിവൻ പോലും അങ്ങയുടെ പാദധൂളി കൊണ്ട്, പാദധൂളി ശിരസിൽ ധരിക്കുന്നവനാണ്. എന്തിനാണ്? അജ്ഞാന അന്ധകാരം ഇല്ലാതാകാൻ. ബ്രഹ്മാവ്, പരമേശ്വരൻ എല്ലാം അങ്ങയുടെ പാദധൂളി ശിരസിൽ ധരിക്കുന്നു. വാഞ്ചന്തി മഹാന്തഹ വാഞ്ചന്തി, മഹാന്മാരും പരമശിവനെ പോലെ അങ്ങയുടെ ഈ പാദധൂളി ശിരസിൽ ധരിക്കാൻ ആഗ്രഹിക്കുന്നു. അംബുജാക്ഷ, ഏ താമരക്കണ്ണ, ഭവത് പ്രസാദം, അങ്ങയുടെ അനുഗ്രഹത്തെ യർഹി ന ലഭേയ, ഞാൻ പ്രാപിക്കുകയില്ലെങ്കിൽ, അങ്ങ് എന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ, വ്രതകൃശാൻ, വ്രതങ്ങൾ കൊണ്ട് തളർന്നിരിക്കുന്ന അസൂൻ പ്രാണങ്ങളെ ജഹ്യാം, ഞാൻ ഉപേക്ഷിക്കും. ഇനി ഭഗവാൻ എന്നെ വന്ന് കൊണ്ടുപോയില്ലെങ്കിൽ എന്തു ചെയ്യും? ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയണം. എൻ്റെ പ്രാണനെ ഞാൻ ഉപേക്ഷിക്കും. ശതജന്മഭി, ബഹുജന്മങ്ങൾ കൊണ്ട് സ്യാദ്, സംഭവിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങയുടെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകാതിരുന്നാൽ ഉപവാസം, ഭക്ഷണം കഴിക്കാതെ കിടന്ന് ഞാൻ എന്തു ചെയ്യും? ശരീരത്തെ ക്ഷീണിച്ച് പ്രാണത്തെ ഉപേക്ഷിക്കും. ഇങ്ങനെ എത്ര ജന്മം ക്ലേശിച്ച് തപസ് ചെയ്താൽ അങ്ങയെ ഭർത്താവായി കിട്ടുമോ അത്രയും ജന്മം ഈ വിധം വ്രതത്തോടെ ഇരുന്ന് ശരീരത്തെ നശിപ്പിക്കുക അല്ലാതെ ഞാൻ എൻ്റെ ഭാര്യയായി ഇരിക്കുകയില്ല. അപ്പം അതുകൂടെ പറയുകയാണ്. അങ്ങ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവൻ ഒടുക്കും. ഇനി ബഹുജന്മത്തിൽ ഇങ്ങനെ എല്ലാ ജന്മത്തിലും ഇതുപോലെ ഞാൻ തപസ് ചെയ്താൽ അങ്ങയ്ക്ക് ഫലം തരാതിരിക്കാൻ കഴിയുകയില്ല. അപ്പം ഞാൻ അങ്ങയെ സർവേശ്വരനെന്ന് തന്നെ അറിഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മാദി ദേവന്മാരും ശരീരാഭിമാനി രൂപമായ അഹംബുദ്ധി നീക്കി സായുജ്യം പ്രാപിക്കാൻ അങ്ങയെ ഭജിക്കുന്നവരാണ്. അവരിൽ പോലും എനിക്ക് അഭിലാഷമില്ല. പിന്നെ ഈ ശിശുപാലനെ പോലെയുള്ള ദുഷ്ടന്മാരിൽ എനിക്ക് എന്തെങ്കിലും ആഗ്രഹം കാണുമോ? അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഇപ്പൊ ബ്രഹ്മാദി ദേവന പാലാഴി മദനത്ത് കാലത്ത് ദേവി ഇങ്ങനെ സമുദ്രത്തിൽ നിന്ന് വർണ്ണമാല്യം കൊണ്ട് വന്നപ്പോൾ ദേവന്മാരും എല്ലാ പേരും ആഗ്രഹിച്ചതാണ് തങ്ങളുടെ കഴുത്തിലിടണമെന്ന്. പക്ഷേ ലക്ഷ്മി ദേവി മാറി നിന്ന വിഷ്ണുവിൻ്റെ കഴുത്തിലാണ് ഇട്ടത്. അപ്പോൾ അവരെ പോലും ഞാൻ പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെയാണോ ഈ ശിശുപാലനെ? യസ്യാംഗ്രി പങ്കജ രജസ്നവനം മഹാന്തോ വാഞ്ചന്തി വാപതിരിവാത്മതമോ അപഹത്യൈ യർഹ്യംബുജാക്ഷന ലഭേയ ഭവത് പ്രസാദം ജഹ്യാമസൂൻ വ്രതകൃശാൻ ശതജന്മഭി സ്യാത്. അപ്പോൾ ഇത്രയാണ് രുക്മിണിയുടെ സന്ദേശം, ലെറ്റർ. ബ്രാഹ്മണ ഉവാച, ഇനി ബ്രാഹ്മണന് മറുപടി പറയാണ്. ശ്ലോകം 44. ഇത്യേതേ ഗുഹ്യ സന്ദേശോ യദുദേവാ മയാ ഹൃദാഃ വിമൃശ്യ കർത്തും യച്ഛാത്ര ക്രിയതാം തദനന്തരം. ഇതി ഏതേ ഗുഹ്യ സന്ദേശാഃ യദുദേവ, ഹേ യദുപദേ, ഇതി ഇങ്ങനെ, ഏതേ ഗുഹ്യ സന്ദേശ, ഇത് ഏതേ ഇങ്ങനെയുള്ള ഈ സ്വകാര്യ സന്ദേശങ്ങൾ മയ എന്നാൽ ആഹൃതാഹ കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ എന്നിൽ അയച്ചതാണ്. അപ്പോൾ ഞാനിത് കൊണ്ടുവന്നു ഇവിടെ. അത്ര ഇതിൽ യാതൊന്ന് കർത്തം ചെയ്യാനുണ്ടോ അതിനെ വിമർശ്യ ആലോചിച്ചിട്ട് അനന്തരം ഉടനെ തന്നെ ക്രിയതാം ചെയ്യണം. അപ്പോൾ അങ്ങ് ഇതിനെന്താണൊരു പരിഹാരം എന്നങ്ങ് ആലോചിക്കണം. സന്ദേശമല്ല, രുക്മിണിയുടെ സന്ദേശമല്ല ഞാൻ വായിച്ചു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതിൽ എന്താണ് ഇതിനൊരു ഉപായം, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്
എന്ന് അങ്ങ് എന്ത് ചെയ്യണം? യാദവന്മാരുമായി കൂടി ആലോചിച്ചിട്ട് കാലതാമസം വരരുത് എന്നാണ് പറയുന്നത്. ഉടനെ തന്നെ ഇത് ചെയ്യാൻ എന്തുണ്ടോ അതിനെ ആലോചിച്ചിട്ട് അനന്തരം ഉടനെ തന്നെ ക്രിയത ചെയ്യപ്പെടണം. ഇവിടെ കാലതാമസമില്ലാതെ അങ്ങ് പെട്ടെന്ന് ചെയ്യണം. സ്വതന്ത്രമായി തീർച്ചപ്പെടുത്തുവാൻ അങ്ങയ്ക്ക് അധികാരമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിനാണ് യദുദേവ എന്ന് പറഞ്ഞിരിക്കുന്നത്. യദുക്കളുടെ ദേവനാണ് അങ്ങ്. അപ്പം അങ്ങയ്ക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. പക്ഷെ അങ്ങ് കാലതാമസം കൂടാതെ തീരുമാനമെടുത്ത് ഇതിനൊരു പരിഹാരം ചെയ്യണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഇനി രുക്മിണി ഹരണമൊക്കെ നമുക്ക് അത് അടുത്ത അധ്യായത്തിലാണ്, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ രുക്മിണി വിവാഹേ ദ്വിപഞ്ചാശത്തമോധ്യായ സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.